ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ധ്യാനവിഷയമാക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള വാക്കുകളാണ്. ഇന്ന് നാം തിരുസഭാ മാതാവിനൊപ്പം മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പെസഹ തിരുനാളിന് പോകുന്ന തിരുക്കുടുംബം. എന്നാൽ തിരികെയുള്ള യാത്രക്കിടയിൽ അവർ യേശുവിനെ നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നീടൊരു ഓട്ടമാണ്. വന്ന വഴികളിലൂടെ, നടന്ന വഴികളിലൂടെ, കണ്ട മുഖങ്ങളിലൂടെ എല്ലാം നടന്ന് അവർ ദേവാലയത്തിൽ ചെന്ന് തൻ്റെ തിരുക്കുമാരനെ തിരിച്ചറിഞ്ഞ് അവനോടുകൂടി സ്നേഹം പങ്കിടുന്ന ഔസേപ്പിതാവിനെയും മാതാവിനെയും ഇന്ന് നാം കണ്ടുമുട്ടുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ആഘോഷങ്ങൾക്കിടയിലും തിരുനാളുകൾക്കിടയിലും സന്തോഷങ്ങൾക്കിടയിലും നിന്റെ ക്രിസ്തുവിനെ നീ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പലപ്പോഴും സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം തന്ന സ്വർഗീയനാഥനെ മറന്നു പോകാനുള്ള അവസരങ്ങൾ ഒരുപാടാണ്. അതിനാൽ നമ്മുടെ ഓരോ നീക്കത്തിലും, ഓരോ ചിന്തയിലും, പ്രവൃത്തിയിലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം ഒപ്പം ആഗ്രഹിക്കുന്ന വിധം ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ മുറിവുകളെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആരോടും പരാതി പറയാതെയും പരിഭവപ്പെടാതെയും മുന്നോട്ടു പോയ പരിശുദ്ധ അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് തൻ്റെ ദുഃഖങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നപോലെ ഇനിയും നമുക്ക് അപ്രകാരം പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.